പ്രൈസ് ലോർഡ് സ്തോത്രം. പാസ്റ്റർ ഹരീഷാണ്. ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലും കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഇത് ഞാൻ പറയുന്ന ഒരു പ്രാർത്ഥന വിഷയം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഞാനൊന്ന് വീഡിയോ ഇടുന്നത്. അറിയാമല്ലോ, ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ചർച്ചിനെ അറ്റാക്ക് ചെയ്തു. സഭകളൊന്നും ഒരു സഭാരാധനയും മുടങ്ങിയിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ചെറിയ ചെറിയ അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്തു, അത് നടക്കുന്നു. എന്നെ 3 പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മുടെ ചർച്ചയ്ക്കുന്നിടത്ത് അവർ ഒരു ദിവസം ഒരു ദിവസം ഇവിടെ വരികയും ചെയ്തു. പിന്നെ ഞാൻ താമസിക്കുന്ന അവിടുത്തെ പോലീസ് സ്റ്റേഷൻകാര് വെരിഫൈ ചെയ്യാൻ എന്റെ അഡ്രസ്സും കാര്യങ്ങളും അവർ നോക്കി. പിന്നെ ഞാൻ പണ്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോഴും ഞാൻ വാടകയ്ക്കാനാണ്. ചർച്ച് വാടക, എന്റെ ഞങ്ങൾ വീടും വാടകയ്ക്ക. അതുകൂടാതെ ക്രൈംബ്രാഞ്ചിലെ CID-കാരും നമ്മളെ റാഡിക്കലൈസ് ചെയ്യുന്നു. കാരണം ഹരിയാനയിൽ ആന്റി കൺവേർഷൻ ലോ ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് അവർക്ക് പ്രയോറിറ്റി ഉള്ള ഇപ്പൊ ഈ റിലീജിയൻ കാര്യങ്ങളാണല്ലോ. അപ്പൊ അവർ അതിനുവേണ്ടി ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന റിലീജിയസ് വർക്കുകളൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ടീമുകൾ ഇവിടെ വന്ന് ഒത്തിരി ക്വസ്റ്റ്യനും കാര്യങ്ങളും എൻക്വയറി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കണം. ഒരു കഥ ഞാനൊന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, 2 മിനിറ്റ് എനിക്കൊന്ന് തരണം. സോ ഈ ഒരു കഥ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥയാണ്. ബ്രദർഹുഡ് അല്ലെന്നുണ്ടെങ്കിൽ സാഹോദര്യത്തിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരു വീട്ടില് ഒരു എലി ഉണ്ടായിരുന്നു. എലി താമസിക്കുന്നുണ്ട്. കോഴിയുണ്ട് ആ വീട്ടില്. ഒരു എരുമയുണ്ടെന്ന് വെച്ചു. ആരൊക്കെയാ വീട്ടിലുള്ള? എലി, കോഴി, എരുമ. ഇവര് 3 പേരും ഉണ്ട്. അപ്പൊ ഇവര് 3 പേരും താമസിക്കുന്ന ഒരു എൻവയോൺമെന്റാ. അപ്പൊ ഒരു ദിവസം വീട്ടിലെ ആന്റി വിചാരിച്ചു എലി ശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പൊ കൃഷിസ്ഥലമാണ്, അവരൊരു ഫാമിലാണ് താമസിക്കുന്നത്, കൃഷിസ്ഥലം കൂടുതലാണ്. അപ്പൊ ആന്റി ഈ എലിയെ പിടിക്കാനായിട്ട് ഒരു ട്രാപ്പ്, ഒരു മൗസ് ട്രാപ്പ്, എലിയെ പിടിക്കുന്ന ഒരു ടപ്പന്ന് അടിച്ച് കൊല്ലുന്ന ഒരു സാധനം വെച്ചു. എലിക്ക് അങ്ങ് ടെൻഷനായി, എലിക്ക് ആകെ വിഷമമായി. എലി എല്ലാവരുടെ അടുത്ത് പോയി. എലി കോഴിയെടുത്ത് പോയിട്ട് പറഞ്ഞേ, ഭയങ്കര പ്രശ്നമായി, എന്നെ ഇവർ കൊല്ലാൻ പോവുക, സോ നീ എന്നെ എങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പം കോഴി പറഞ്ഞ്, ഞാൻ ഇവിടുത്തെ വളർത്തുമൃഗം, എനിക്കെന്തിനാ ടെൻഷൻ? നിനക്കല്ലോ ടെൻഷൻ ആവണ്ടേ, എനിക്കെന്തോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? എന്നെ ആന്റി കെയർ ചെയ്യുന്നു, ഞാൻ ആന്റിക്ക് മുട്ട കൊടുക്കുന്നു, അവരെന്നെ സ്നേഹത്തോടെ നോക്കുന്നു, ബാബാ എന്ന് വിളിച്ച് സംസാരിക്കുന്നു, നല്ല നല്ല ആഹാരങ്ങൾ തരുന്നു. എലി പിന്നെ പോയി ആ എരുമയുടെ അടുത്ത്, എരുമയല്ലെന്നുണ്ടെങ്കിൽ കാളയാന്ന് വിചാരിച്ചു, പശുവാന്ന് വിചാരിച്ചു. അപ്പൊ ആ പശു അല്ലെന്നുണ്ടെങ്കിൽ എരുമ അല്ലെങ്കിൽ കാളയെടുക്ക പോയി പറഞ്ഞു, എരുമയെ തന്നെ വെച്ചേക്കാം നമുക്ക്. അപ്പൊ പറഞ്ഞു, ഇടയിൽ മൗസ് ട്രാക്ക് വെച്ചേക്കുന്നു, അതിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, നീ ഇടയ്ക്ക് അതിനൊന്ന് കാലക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഒന്ന് കളഞ്ഞേക്കണം, പിന്നെ അവർ വക്കത്തില്ല അതിനെ. അപ്പൊ പറഞ്ഞ്, നീ സൈസ് നോക്കിയിട്ടുണ്ടോ? നിന്നെ പിടിക്കാനാ വെച്ചേക്കുന്നത്, ഞാൻ ഇത്രയും വലിയ ഞാൻ ഈ വീട്ടിലെ വളർത്തു മൃഗം, ഞാൻ പാല് കൊടുക്കുന്നു, സോ ഞാൻ വളരെ സ്നേഹത്തോടെ എന്നെ നോക്കുന്നു, ഞാൻ ഇതിനെ ടെൻഷൻ അടിക്കുന്നത്. ഇവര് പറഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യാൻ, എലി പറഞ്ഞു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആരും കേട്ടില്ല. രാത്രി ടപ്പേ എന്നൊരു സൗണ്ട് കേട്ടു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എലിയുടെ പണി ഇന്ന് തീർന്നതാണ്. അപ്പം ആന്റി എണീറ്റു, സൗണ്ട് കേട്ട്. കാള എണീറ്റു, എരുമ എണീറ്റു, കോഴി എണീറ്റു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴറിഞ്ഞ് ഈ ആന്റി, ഈ എലി അതിൽ വീണോ നോക്കുമെന്ന് ആന്റി വന്ന സമയത്ത് അതിൽ വീണ ആക്ച്വലി ഒരു ചെറിയ പാമ്പായിരുന്നു, വിഷമുള്ള ഒരു പാമ്പായിരുന്നു. ഈ പാമ്പ് ആന്റി അങ്ങ് കടിച്ചു. ആന്റി ക്രിട്ടിക്കലായി, തല ഇറങ്ങി വീണു. ആന്റി എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി. ആന്റി 10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. 10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ദൈവാദിനം കൊണ്ട് ആന്റി രക്ഷപ്പെട്ടു. ആന്റി തിരിച്ചു വീട്ടിലെത്തി. അപ്പം മക്കളും എല്ലാ അച്ഛനോട് പറഞ്ഞു, അമ്മ രക്ഷപ്പെട്ട് വന്ന് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഒന്ന് വരുന്നു, സോ നമുക്കൊരു പാർട്ടി കൊടുക്കണം എല്ലാവരെയും, അമ്മ രക്ഷപ്പെട്ടല്ലേ, എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ ഇല്ലയോ അമ്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് വെച്ച് പറഞ്ഞു. ശരി, നമുക്ക് പാർട്ടി കൊടുത്തു കളയാം. പാർട്ടി കൊടുക്കാനായിട്ട് അവർ നോക്കിയ സമയത്ത് കട്ട് ചെയ്യാൻ പറ്റി, അല്ലെന്നുണ്ടെങ്കിൽ മാംസം കഴിപ്പിക്കാൻ എല്ലാവർക്കും പറ്റിയ നോക്കിയ സമയത്ത് അവർക്ക് കിട്ടിയത് ആ എരുമയാണ്. അവർ ആ എരുമ അങ്ങ് തട്ടി. നമ്മുടെ എലി ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. എരുമയെ തട്ടി കൊടുത്തു. അപ്പൊ എല്ലാവർക്കും പാർട്ടി കൊടുത്തു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് അമ്മ നല്ലോണം റിക്കവർ ആകാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ വീണ്ടും വീട്ടിൽ വിസിറ്റ് വന്നു. ഡോക്ടർ പറഞ്ഞു, പെട്ടെന്നൊന്ന് അമ്മയ്ക്ക് ആരോഗ്യമൊക്കെ ഇത്തിരി ഒന്ന് കുറഞ്ഞിരിക്കുക, ചിക്കൻ സൂപ്പ് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ വീട്ടിലെ ആള് നോക്കി ചിക്കൻ ഏതുണ്ട്, നമ്മുടെ ആ മറ്റേ ചിക്കൻ അവർ പൊന്നോടെ വളർത്തി, അവർ ആ ചിക്കനെ തട്ടി സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ എലി ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക, എലി വിഷമത്തോണ്ടിരിക്കുക. ആക്ച്വലി ഈ പ്രോബ്ലം ആ മൗസ് ട്രാപ്പ് എലിയെ നശിപ്പിക്കാൻ വേണ്ടി വെച്ചതാ. പക്ഷെ എലിയെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ എലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെ എലിയെ ഹെൽപ്പ് ചെയ്യാൻ ആരും വന്നിട്ടില്ല. നോർത്ത് ഇന്ത്യയിലെ പല പാസ്റ്റർമാരുടെയും ഞങ്ങളെ പോലുള്ള പലരുടെയും ഒരു അവസ്ഥയെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലരോടും ചോദിക്കും, സഹായം ചോദിക്കും. അപ്പൊ പല ആളുകളും പുറത്തുള്ള സൗത്ത് ഇന്ത്യയിലുള്ള പലരും വിചാരിക്കുന്നത് ഈ എലിയുടെ പ്രശ്നം നമ്മളെന്തിനായിരിക്കുന്നത്. ഈ എലിയുടെ പ്രശ്നം കാരണം ഇന്ത്യ മുഴുവൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ അതിന് ഒരു നടപടി അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയും ഹെൽപ്പും ഒരുമയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ സേഫ് ആയിട്ടിരിക്കുന്ന കേരളത്തിലെ വിശ്വാസികളും
നിങ്ങളുടെ ഇപ്പം എല്ലാ ചർച്ചില് നോർത്ത് ഇന്ത്യയില് പോലെ പ്രശ്നങ്ങളൊന്നും ആരാധനയ്ക്കില്ല. ഒത്തിരി വിശ്വാസികളുണ്ട്, വിശ്വാസി സമൂഹങ്ങളുണ്ട്, മത ആരാധനയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നാളെ ഇങ്ങനെ ആയിരിക്കത്തില്ല. കാരണം ദേശം ചേഞ്ച് ആയി കഴിഞ്ഞാൽ ദേശം നമ്മൾ കർത്താവിലേക്ക് കൊണ്ടുവരുന്നില്ല, കർത്താവിന്റെ സുവിശേഷ വിരോധികള് കൂടുതൽ ആയിക്കൊണ്ടിരുന്നാൽ ആരാധനയും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സോ ഞങ്ങളായ എലിയെ പോലെ നിൽക്കുന്ന എന്നെയും ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ചെയ്യണം. നോർത്ത് ഇന്ത്യയിൽ ആരും മണ്ടന്മാരായി പോയി ചെയ്യുന്നതല്ല. അതൊരു കോളോട് കൂടി പോയി നിന്ന് ഇവിടെ ചെയ്യുന്ന പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. ഈ മെസ്സേജ് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്ലെസ്സിങ്സ്.